ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേൾഡ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ ക്ലോണ് ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ആംഗുലർ 13. അപ്പോൾ വേൾഡ് എന്ന് പറഞ്ഞ ഗെയിം ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഗസ്സിംഗ് ഗെയിമാണ്. നമുക്ക് 6 ചാൻസ് ഉണ്ട്. 6 ചാൻസ് വെച്ച് നമുക്കൊരു 5 ലെറ്റർ വേർഡിന് ഗസ് ചെയ്യാം. ഈ ഒരു 6x5 ബോക്സിൽ നമുക്കൊരു 5 ലെറ്റർ വേർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കലാണ് നമ്മൾ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 6 ചാൻസ് ഉണ്ട്. നമുക്ക് തന്നെ ഓരോ വേർഡായിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത വേർഡ് ഓഡിയോ എന്നാണ്. അപ്പോൾ അവരൊരു ഹിന്റ് തരും. അതായത് എ എന്ന് പറഞ്ഞ ലെറ്റർ അതിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെല്ലോ കളറിൽ അത് മാർക്ക് ചെയ്ത് തരും. അല്ല, ഈ ഗ്രേ കളറിൽ കാണിക്കുന്ന മീൻസ് ആ ലെറ്റർ ഒന്നും അതിലില്ല, ആ വേർഡിലില്ല. ഇനി ഗ്രീൻ കളർ ആണെങ്കിൽ അത് കറക്റ്റ് ഇൻഡെക്സിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഗ്രീൻ കളറാണ്. ദാറ്റ് മീൻസ് ആ 5 ലെറ്റർ വേർഡ് ലാസ്റ്റ് വേർഡ് എപ്പോഴും എല്ലായിരിക്കും. ഓക്കെ, ഈ ഗെയിമിന്റെ ഒരു ക്ലോൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആംഗുലർ വെച്ചിട്ട്. ഞാൻ ഇപ്പോൾ ഒരുവിധം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഒരുപാട് ഫംഗ്ഷനാലിറ്റി ഇതിൽ ആഡ് ചെയ്യാണ്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ആ വേർഡ് ഉണ്ടെങ്കിൽ യെല്ലോ കളർ, കറക്റ്റ് ഇൻഡെക്സിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണിക്കും. അതായത് നമുക്ക് എസ് ഉണ്ട്, ഇ ഉണ്ട്, ആർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബാക്കി ഇല്ലാത്തൊക്കെ നമ്മൾ ഗ്രേ കളറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്ലോൺ. ഇതിലും കുറച്ചുകൂടെ ഫംഗ്ഷനാലിറ്റി ഇനി ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് നമ്മൾ വഴി ചെയ്യും. പിന്നെ ഞാൻ അതിനുവേണ്ടി അതിൻ്റെ ഒരു ആംഗുലർ എംപ്റ്റി ടെംപ്ലേറ്റ് എടുത്തു. ഒന്നുമില്ല, ചുമ്മാ ആംഗുലർ ക്രിയേറ്റ് ചെയ്ത ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിലൊന്നും കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മെയിൻ ഡിവിഷൻ കൊടുക്കണം. നമുക്കൊരു മെയിൻ കണ്ടന്റ് ആയിട്ട് ഒരു ഡിവിഷൻ കൊടുക്കാം. മെയിൻ ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഒരു ഡിവിഷൻ കൊടുത്തു. നമുക്ക് ഈ ഒരു ഈ ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു എൻറ്റയർ ബോക്സ് ആണ്. അപ്പോൾ ഡിവിഷൻ ക്ലാസ് ഈക്വൽ ടു ടൈൽസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഹെഡിങ് ടൈൽസ് കൊടുക്കാം. അടുത്ത ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കീബോർഡിന്റെ ഡിവ് ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്ലാസ് നെയിം കീബോർഡ് എന്ന് കൊടുക്കാം. നമുക്ക് യു ആയി നോക്കാം. ടൈൽസ് കീബോർഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് സെൻട്രലോട്ടാക്കാം. സെൻട്രലോട്ടാക്കാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഫ്ലക്സ് ഉപയോഗിക്കും. ഡിസ്പ്ലേ ഫ്ലക്സ് direction column justify content center. നമുക്കാണെങ്കിൽ ഒരു ഹൈറ്റ് 100 കൊടുക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്തപ്പോൾ കോളം ആയ കാരണം ഈ ഇങ്ങോട്ട് വന്നു. നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് പകരം അലൈൻ ഐറ്റം സെന്റർ കൊടുക്കാം. അലൈൻ ഐറ്റം സെന്റർ കൊടുക്കാം. കറക്റ്റ് നമ്മുടെ സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ മെയിൻ കണ്ടന്റ് സ്റ്റൈൽ ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ടൈൽസ് ആണ്. ഈ ടൈൽസിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നിങ്ങൾ കാണാം ഒരു വലിയൊരു അറേ, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ഒരു 6 അറേ ഓഫ് അറേ, ആ അറേയുടെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ്. അതാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ എടുക്കാം. ഒന്നുമില്ല, ഞാൻ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. ബോക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വലിയൊരു അറേ, അതിൻ്റെ ഉള്ളിൽ ഒരു 6 ചെറിയ അറേ, 1 2 3 4 5. ഓക്കെ, 6. ദാറ്റ് മീൻസ് 1 2 3 4 5 6. ഈ 6 അറയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ അറേക്ക് ഉള്ളിലും നമുക്ക് എന്ത് ചെയ്യാം? അറേ ഓഫ് ഒബ്ജക്ട്സ് കൊടുക്കാം. ഫസ്റ്റില് കീസ് ടു ഒരു ക്ലാസ് നെയിം കൊടുക്കാം. അതേപോലെ കീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഈ ക്ലാസും കീയും കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
നമുക്ക് 5 കൊടുക്കണം. 1 2 3 4 5. അതായത് ഇവിടെ കാണിക്കുകയാണ് 1 2 3 4 5. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കളറിനെ നമുക്ക് മാറ്റണ്ടേ, അതിനാണ് നമ്മൾ ക്ലാസ് ഉപയോഗിക്കുന്നത്. ഈ കീ എന്ന് മീൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ എസ് അടിക്കുമ്പോൾ എസ് വരണം. അതാണ് ഈ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എംപ്റ്റി അറേസിനെ പറയാം. അതായത് ഒരു വലിയ അറേ, അതിൻ്റെ ഉള്ളിൽ ചെറിയ 6 അറേ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അറേ ഓഫ് ഒബ്ജക്ട്സ് ക്ലാസ്സിന്, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, HTML ലൂപ്പ് അടിക്കണം. ഓക്കെ, നമുക്ക് അതിന് ലൂപ്പ് അടിക്കാം. നമ്മുടെ മെയിൻ ഡിവിഷൻ എടുത്തു. ഞാനിവിടെ ഒരു ടാഗ് യൂസ് ചെയ്യണം, ng കണ്ടെയ്നർ എന്നാണ് ടാഗ്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ng4 ആണ് യൂസ് ചെയ്യുന്നത്. ng4 is equal to, ng4 എന്ന് വെച്ചാൽ നമ്മൾ ആംഗുലറിൽ ലൂപ്പ് അടിക്കാൻ ഉപയോഗിക്കുന്നത് ഡയറക്റ്റീവാണ്. ലെറ്റ് ഐറ്റം ഓഫ് ബോക്സസ്, ഈ ബോക്സസ് ആണ് നമ്മൾ ലൂപ്പ് അടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിവിഷൻ കൊടുക്കാം. ഡിവിഷൻ നമുക്ക് ക്ലാസ് നെയിം is equal to പാരന്റ് ടൈൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. നമുക്കൊരു പേരും കൊടുക്കാം, പാരന്റ് ടൈൽ. നമുക്കിനി UI നോക്കാം. കണ്ടോ, 6 തവണ പാരന്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ വീണ്ടും ലൂപ്പ്. ഇത് പറഞ്ഞാൽ ഈ 6 തവണ ലൂപ്പ് അടിച്ചു. ഇനി ഒരു അറയുടെ ഉള്ളിൽ വീണ്ടും 5 തവണ ലൂപ്പ് അടിക്കണം. അതായത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റോയില് ഈ ഒരു 5 കോളംസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഈ ഐറ്റം എന്ന് പറഞ്ഞുള്ള അറയാണ്. ഈ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു അറയാണ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ 5 ഐറ്റംസ് വേറുണ്ട്. അപ്പൊ അതിനെ ലൂപ്പ് അടിക്കാൻ വീണ്ടും ഒരു ng കണ്ടെയ്നർ കൊടുക്കുക. ഇനി *ng4 is equal to let inner item of, ഞാൻ പറഞ്ഞുതരാം, let inner item of items. അതായത് ഇവിടെ നമ്മൾ ലൂപ്പ് അടിക്കുമ്പോൾ ഈ ഐറ്റം എന്ന് പറഞ്ഞ അറേ കിട്ടി, ഈ ഒരു എൻ്റെ അറേ കിട്ടി. ഇനി ഈ അറേനെ ലൂപ്പ് അടിക്കുകയാണ്. അതായത് ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് അറേ, ഇതിനെ ലൂപ്പ് അടിക്കുകയാണ്. ഓക്കെ, ഇതിനെ ലൂപ്പ് അടിച്ചിട്ട് നമുക്ക് ഒരു ഡിവിഷനും കൂടെ കൊടുക്കാം. div equal to child tile, നമുക്ക് ക്ലാസ് നെയിം കൊടുക്കാം. ചൈൽഡ് ടൈൽ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു, ചൈൽഡ് ടൈൽ എന്ന് പറഞ്ഞ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് UI നോക്കാം. ആണോ, അപ്പോൾ നമ്മുടെ ഈ ചൈൽഡ് ടൈൽ നിങ്ങൾക്ക് കാണാം 6 × 5 30 തവണ ചൈൽഡ് ടൈൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, ഇതുവരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് CS ചെയ്യാനുണ്ട്. ഇതേപോലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യണ്ടേ. ഇതേപോലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് CS ഉപയോഗിക്കണം. അതിന് വേണ്ടി ഞാൻ ഈ പാരന്റ് ഡിവിനെ കോപ്പി ചെയ്തു, ക്ലാസ്സിനെ കോപ്പി ചെയ്തു, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നു, ഒരേ റോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അലൈൻ ഐറ്റം സെന്റർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കാം. ഗ്യാപ്പ് 3px. വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത ചെയ്യേണ്ടത് വെച്ചാൽ ചൈൽഡ് ടൈൽ, ഇവിടെയാണ് നമ്മൾ മേജർ സ്റ്റൈൽ കൊടുക്കുന്നത്. ചൈൽഡ് ടൈൽ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. അതിനു മുന്നേ ഞാൻ ഒരു ഹൈറ്റും വെർട്ടിക്കൽ ഹൈറ്റും കൊടുക്കാം. ഹൈറ്റ് 62px കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് 62px കൊടുക്കാം. എന്താ സംഭവിക്കുന്നുണ്ട്, ഹൈറ്റും വിഡ്ത്തും കൊടുത്തപ്പോൾ ഏകദേശം വന്നു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ വേണം, ഈ ഒരു ബോർഡർ വേണ്ടേ. അതിനുവേണ്ടി ബോർഡർ 2px സോളിഡ്, നമുക്കൊരു സ്കൈ ബ്ലൂ കൊടുക്കാം. നമുക്കൊരു ബോർഡർ വന്നിട്ടുണ്ട് അല്ലെ. നമുക്കൊരു മാർജിൻ ആണെങ്കിൽ ഒരു 2 or 3 കൊടുത്താൽ 3px കൊടുത്താൽ കുറച്ചും കൂടെ ഗ്യാപ്പ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് കൊടുക്കണം. അതാണ് കറക്റ്റ് വിഡ്ത്തിനനുസരിച്ചുള്ള ഒരു ബോക്സ് സൈസും കിട്ടാനാണ്. ഓക്കെ,
നമ്മൾ ഏതാണ്ടൊരു ഇതുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഡിസ്പ്ലേ ഫ്ലെക്സ് ലൈൻ ഐറ്റംസ് സെന്റർ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ എന്ന് കൊടുത്താൽ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ടൈപ്പ് ചെയ്താൽ അത് കറക്റ്റ് സെന്ററിലോട്ട് വരാൻ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ഇവിടെ ഇത് കൊടുത്തത്. നമ്മൾ എന്തായാലും കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുമല്ലോ, അപ്പൊ അതിനെ കറക്റ്റ് അലൈൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫോണ്ട് സൈസ് 50 px കൊടുക്കാം. അത് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, കുറച്ച് കൂടുതലല്ലേ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇത് ഞാൻ പാരന്റ് ടൈലിനടുത്ത് കളയാം, ചൈൽഡ് ടൈലിനടുത്ത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു 6x5 ബോക്സസ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഇതിന്റെ പോലെ തന്നെ, കുഴപ്പമില്ല, ചെറിയൊരു സ്റ്റൈൽ വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് കീബോർഡാണ്. അപ്പോൾ ഈ കീബോർഡും ഇതേപോലെ നമുക്ക് ലൂപ്പ് അടിക്കേണ്ടി വരും. അതിന് വേണ്ടി ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. ഞാനിവിടെ ഓൾറെഡി കീബോർഡിന്റെ ഒരു JSON അറേ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിത് സോഴ്സ് കോഡ് അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് നോക്കി കോപ്പി ചെയ്താൽ മതി. നമ്മുടെ കീബോർഡിന്റെ അറേ റെഡിയായി. ഇതൊന്നുമില്ല, കീയും ക്ലാസും നമുക്ക് ഇവിടെയും സ്റ്റൈൽ കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. ഏത് കളറനുസരിച്ച് സ്റ്റൈൽ കൊടുക്കാനാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കീബോർഡിന്റെ അറേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ലൂപ്പ് അടിക്കാം. ലൂപ്പ് അടിക്കാൻ നമ്മൾ ng കണ്ടെയ്നർ ഉപയോഗിക്കാം. ഈ കണ്ടെയ്നർ നമ്മൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എന്ന സംഭവമാണ്. ഇതേപോലെ *ng4 ഉപയോഗിക്കാം. ലെറ്റ് ഐറ്റം തന്നെ ഉപയോഗിക്കാം, കൺഫ്യൂഷൻ ആവരുത്. ലെറ്റ് ഐറ്റം ഓഫ് കീബോർഡ്. ഈ കീബോർഡ് അറിയാൻ ലൂപ്പ് അടിക്കാം. അപ്പോൾ ഓരോ ലൂപ്പിൽ നമുക്ക് കീയും ക്ലാസും കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു ചുമ്മാ ഒരു ബട്ടൺ ടാഗ് കൊടുക്കാം, അല്ലെ? ബട്ടൺ ആണല്ലോ പ്രോപ്പർട്ടി. ഒരു ക്ലാസ് ടു കീബോർഡ് ഇന്റർപ്ലേഷൻ ഐറ്റം ഡോട്ട് കീ. ഇതിലെ ഈ കീനടുത്ത് അവിടെ കാണിക്കുന്നു. QWERTYU എന്ന് പറഞ്ഞിട്ട് അലൈനായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റൈൽ എവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം കൊടുത്തത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുമ്മാ ഒന്ന് ഒരു സ്റ്റൈൽ ചെയ്യാം. അതിനു വേണ്ടി ഈ ഞാൻ സ്റ്റൈൽ ഉപയോഗിച്ചു. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ഒരു ഫ്ലെക്സ് റാപ്പ് കൊടുക്കാം. അതേപോലെ ഒരു വിഡ്ത്ത് 512 px കൊടുക്കാം. ഈ റാപ്പ് കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ വിഡ്ത്ത് കൊടുത്താൽ അതിന് ശേഷമുള്ളെല്ലാം നമുക്ക് അടിയിൽ ഇറങ്ങി വരും. നമുക്കിത് അത്യാവശ്യമാണ്, ഇത് വേണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കീബോർഡിന്റെ ഉള്ളിലെ ബട്ടണെ നമുക്ക് ടാർഗറ്റ് ചെയ്യും. അതിന് വേണ്ടി കീബോർഡ് സിമ്പിൾ ബട്ടൺ കൊടുത്താൽ മതി. ബട്ടൺ കൊടുത്തു. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് 40 px, ഒരു വിഡ്ത്ത് 50 px കൂടെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഒരു 3 px. My border is equal to 1 px solid blue. Okay, border radius is equal to 0. Okay, ഏതാണ്ട് നമ്മുടെ ബട്ടൺസ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വലിയ സ്റ്റൈല് കൂടുതൽ ചെയ്യാം. അതേപോലെ ഈ എൻ്ററും ബാക്ക് സ്പേസും ഉണ്ടോ, ഇതിൽ കുറച്ച് വിഡ്ത്ത് കുറവാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒന്നിൽ നിങ്ങൾ CS ഉപയോഗിച്ച് മറ്റേ nth ചൈൽഡ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ng കൂടെ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടെ
empty container. ഞാനിവിടെ സ്റ്റാർ empty ഉപയോഗിക്കുകയാണ്. നിങ്ങൾ പല രീതിയിൽ കൊടുക്കാം. if അതൊരു if കണ്ടീഷനാണ്. item dot key equal to enter ആണെങ്കിൽ എനിക്ക് ഒരു ബട്ടൺ കൂടെ കാണിക്കണം. പക്ഷെ ആ ബട്ടന്റെ സ്റ്റൈല് is equal to width എന്ന് പറഞ്ഞ ഒരു 70px1. പോർട്ട് കോൺസ് അപ്പൊ നമ്മുടെ എൻ്റർ കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സ്പേസ് ആണെങ്കിൽ നോക്കാം. ബാക്ക് സ്പേസ് ആണെങ്കിൽ ഒരു 90 കൊടുക്കാൻ കഴിയുമല്ലേ. ബാക്ക് സ്പേസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ടെയ്നറും കൂടെ കൊടുക്കാം. അതായത് ഇതൊന്നും അല്ലെങ്കിൽ സാധാരണ വിഡ്ത്തും ഹൈറ്റുള്ള കാണിക്കണം. നോട്ട് ഈക്വൽ ടു എൻ്ററും അതേപോലെ ആൻഡ് നോട്ട് ഈക്വൽ ടു ബാക്ക് സ്പേസും ആണെങ്കിൽ സ്റ്റൈൽ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാം, ബട്ടൺ കാണിക്കാം. എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അയ്യോ, ഓക്കെ. അപ്പൊ നമ്മുടെ കീബോർഡും ആയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ബോക്സും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോജിക് എല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഒരു സീരീസ് ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ സ്റ്റൈൽ മാത്രം നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ തന്നെ ഓരോ ലോജിക്കായിട്ട് നമ്മൾ പോകാം. അവസാനം നമുക്കൊരു വേർഡിൽ ക്ലോൺ തന്നെ ബിൽഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.